നൂർഖാൻ അടക്കം തന്ത്രപ്രധാന വ്യോമസേനാ താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചെന്ന് സ്ഥിരീകരിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാക് സൈനിക മേധാവി ഇക്കാര്യം തന്നെ പുലർച്ചെയാണ് വിളിച്ചറിയിച്ചതെന്നും പാക് പ്രധാനമന്ത്രി വെളിപ്പെടുത്തി. സംഘർഷത്തിൽ ഇന്ത്യ തകർത്തത് 600 ഡ്രോണുകളാണ്. അതേസമയം പഹൽഗാം ആക്രമണത്തിന് ശേഷം അടച്ച അട്ടാരി ചെക്ക് പോസ്റ്റ് ഇന്നലെ അഫ്ഗാൻ ട്രക്കുകൾക്ക് വേണ്ടി തുറന്നുകൊടുത്തു. ഒടുവിൽ ഇന്ത്യയുടെ സൈനിക ശക്തി പാക് പ്രധാനമന്ത്രിയും സമ്മതിക്കുകയാണ്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാക് സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ നൂർഖാൻ വ്യോമസേന താവളത്തിൽ മിസൈൽ പതിച്ചുവെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫ്. മെയ് 10 പുലർച്ചെ 2:30 സൈനിക മേധാവി അസിം മുനീറാണ് ഇക്കാര്യം വിളിച്ചറിയിച്ചതെന്നും ഇസ്ലാമാബാദിൽ സൈനിക ഉദ്യോഗസ്ഥരെയും പൗരപ്രമുഖരെയും അഭിസംബോധന ചെയ്ത് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. എത്ര തിരിച്ചടി ഉണ്ടായാലും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ആവർത്തിക്കുന്ന പാകിസ്ഥാന്റെ പതിവ് രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ് ഷഹബാസ് ഷെരീഫിന്റെ വാക്കുകൾ. एक मेजर्ड हम जवाब देंगे. 9 और 10 की दरमियानी रात में तकरीबन 2:30 बजे सिपा सलार जनरल सैयद आसिम मुनीर ने मुझे सिक्योर फोन पे मुझे बताया कि वज़ीर-ए-आज़म साहब, हिंदुस्तान ने अपने बैलिस्टिक मिसाइल अभी लॉन्च किए हैं. एक नूर खान एयरपोर्ट पे गिरा है और कुछ और दूसरे इलाकों में गिरे हैं. പ്രസംഗത്തിൽ അസിം മുനീറിന്റെ ഫോൺ കോൾ രണ്ടാമത് വന്ന കാര്യം ഷഹബാസ് ഷെരീഫ് വിശദീകരിക്കുന്നുണ്ട്. ആ സമയം താൻ നീന്തുകയായിരുന്നു. കനത്ത തിരിച്ചടി നൽകിയതോടെ വെടിനിർത്തലിന് ഇന്ത്യ അഭ്യർത്ഥിച്ചെന്ന് അസിം മുനീർ അറിയിച്ചെന്നും പാക് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. സംഘർഷത്തിൽ പാക് സൈന്യം നേടിയ ആധിപത്യം ലോകമെമ്പാടും ചർച്ച ചെയ്യുകയാണെന്ന വീരവാദവും പാക് പ്രധാനമന്ത്രി നടത്തി. सुबह का वक्त था. मुझे सुबह में फजर के बाद मैं स्विमिंग करता हूं, तो मैं एहतियातन अपना सिक्योर फोन साथ ले गया और मैंने ज़िया को कहा कि ज़िया यार, अगर कोई घंटी बजे तो मुझे फौरन बताना. एज लक वुड हैव इट, वो घंटी बजी तो जनरल आसिम मुनीर लाइन पर थे. कहेंगे कि वज़ीर-ए-आज़म, हमने बड़ा भरपूर उनको जवाब दिया है. ഇതിൽ വെടിനിർത്തലിന് ഇന്ത്യ ആവശ്യപ്പെട്ടുവെന്നതും ഇന്ത്യൻ സൈന്യത്തിനുമേൽ ആധിപത്യം നേടിയെന്നതും പാകിസ്ഥാന്റെ അവകാശവാദവും പതിവ് പോലെ വ്യാജ പ്രചാരണവും മാത്രമാണ്. പാക് DGMOയാണ് ചർച്ചയ്ക്ക് വന്നതെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച മെയ് 10 വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ നൂർഖാൻ അടക്കം 11 വ്യോമസേനാ താവളങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടായപ്പോൾ ഇന്ത്യയുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട പാകിസ്ഥാന്റെ 600-ലധികം ഡ്രോണുകളാണ് രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത്. ഇന്ത്യൻ സംവിധാനങ്ങളെ മറികടന്നത് വിരലിലെണ്ണാവുന്നത് മാത്രം. ഉധംപൂർ, പഠാൻകോട്ട് വ്യോമസേനാ താവളങ്ങൾക്ക് ചെറിയ കേടുപാട് സംഭവിച്ചു എന്ന് ഇന്ത്യ സ്ഥിരീകരിച്ചതുമാണ്. അതിനിടെ 23 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അട്ടാരി ചെക്ക് പോസ്റ്റ് തുറന്നു. ഇതോടെ അതിർത്തിയിൽ കുടുങ്ങിയ അഫ്ഗാൻ ലോറികൾ ചരക്കുമായി ഇന്ത്യയിൽ പ്രവേശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെയാണ് അതിർത്തി തുറന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയെ ലക്ഷ്യമിടുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുന്നതിനെതിരെ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. താങ്ധർ സെക്ടറിലെ LOCയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരെ അദ്ദേഹം സന്ദർശിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ സൈന്യത്തിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെ സുരക്ഷാ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. രാജ്യം വീരന്മാരുടെ സുരക്ഷിതമായ കൈകളിലാണെന്ന് ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു.